എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും സർഗോത്സവം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സർഗോത്സവത്തിൽ നീലൂർ സെന്റ് ജോസഫ് സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകളാണ്. സകല ജനത്തിനും തിരുവചന സന്ദേശമേകിക്കൊണ്ട് നാഥന് ജയ സങ്കീർത്തനങ്ങളുമായി നിങ്ങളുടെ മനം കവരുവാൻ സെന്റ് ജോസഫിന്റെ ഗായകരെത്തുന്നു. ദൈവത്തിൻ ജനമേ അനുതാപത്തോടെ കർത്താവിൻ അരുളിടും വചനം കേട്ടിടൂ. ദൈവത്തിൻ ജനമേ അനുതാപത്തോടെ കർത്താവിൻ അരുളിടും വചനം കേട്ടിടൂ. ദൈവത്തിൻ ജനമേ അനുതാപത്തോടെ കർത്താവിൻ അരുളിടും വചനം കേട്ടിടൂ. ആരാധിച്ച തിരുനാമം വാഴ്ത്തി
കോട്ടയം ജില്ലയിലെ നീലൂരിൽ വളരെ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നീലൂർ സെൻറ്റ് ജോസഫ്സ് പബ്ലിക് സ്കൂളും സെൻറ്റ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളും. നീലൂർ സെൻറ്റ് സേവിയേഴ്സ് ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൻറ്റ് ജോസഫ്സ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയാണ് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. 1961 അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പട്ടം താണുപിള്ള ഉദ്ഘാടനം ചെയ്തതാണ് സെൻറ്റ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂള്. 2005 സെൻറ്റ് ജോസഫ്സ് പബ്ലിക് സ്കൂള് CBSE സിലബസിൽ ആരംഭിച്ചത്. CBSEയുടെ അംഗീകാരത്തോടുകൂടെ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ മോട്ടോ ഫോർ ഗോഡ് ആൻഡ് കൺട്രി, ദൈവത്തിനും രാജ്യത്തിനും വേണ്ടി എന്നുള്ളതാണ്. കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഒരു പരിശീലനം കൊടുക്കുവാനായിട്ട് സ്കൂൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ക്ലാസ്സുകളും വിവിധങ്ങളായ ക്ലബ്ബുകളും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, യോഗ, കരാട്ടെ, ഡാൻസ്, സ്കേറ്റിംഗ്, മ്യൂസിക് തുടങ്ങിയ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതെല്ലാം കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ അവരുടെ ബഹുവിധമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നതിൽ വളരെ ബദ്ധശ്രദ്ധരാണ്. അധ്യാപകർ അതിന് വളരെ വിദഗ്ധമായിട്ടുള്ള നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പുഞ്ചിരി തൂകി പൂന്തണലേകി നന്മ ചെയ്തു വളർന്നിടുവാൻ നമ്മുടെ കൊച്ചു പൂമ്പാറ്റകൾക്കും പൂക്കൾക്കും ഇഷ്ടമാണ്. നമുക്ക് അവരെ സ്വാഗതം ചെയ്താലോ? പുഞ്ചിരി തൂകി പൂന്തണലേകി പുണ്യം ചെയ്തു വളർന്നിടാം. കാരുണ്യ പൂമ്പാറ്റകൾ
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പെരുന്നാൾ സ്ഥലങ്ങളിലും ഉത്സവ പറമ്പുകളിലും സജീവമായിരുന്ന ഒരു കലാരൂപമാണല്ലോ കഥാപ്രസംഗം. ഇതിന്ന് നമുക്ക് ഏറെക്കുറെ അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. റെവറൻഡ് ഫാദർ ജോസ് സഞ്ചാനിക്കൽ രചനയും സംവിധാനവും നിർവഹിച്ച കഥാപ്രസംഗം ആഴത്തിലേക്ക്. കലാസ്നേഹികളെ, നിങ്ങൾക്ക് നമസ്കാരം. 3-ാം സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സഫിയുടെ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് വിനയപുരസ്സരം ഞാൻ അവതരിപ്പിക്കുന്ന കഥ ആഴങ്ങളിലേക്ക്. അതാ നോക്കൂ, സാധാരണയായി വലിയ ഉത്സാഹത്തോട് വരുന്ന മുക്കുവരെയാണ് കാണാറുള്ളത്. ഇന്ന് എന്തേ തളർന്ന അവശരായ നിരാശരായ മുക്കുവന്മാർ? രാത്രി മുഴുവൻ കടലിനോട് മല്ലടിച്ച് വെറും കൈയെ പോരേണ്ടി വന്ന് ദുഃഖവും പേറി അവർ കരക്കിറങ്ങി വലയും വള്ളവും കൈകൾ വൃത്തിയാക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരാരവം കേട്ടവർ തിരിഞ്ഞു നോക്കി. അപ്പോഴതാ ജനത്തോട് സ്വർഗീയ താഴ്ന്ന സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച അവൻ താഴ്ന്ന വെള്ളത്തിന്റെ ഉടമസ്ഥനോട് അരുൾ ചെയ്തു, ഷിമിയോനെ, എന്ത്? ഷിമിയോന് അത് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. നാളേറെയായി ഈ കടലിന്റെ എല്ലാ ഭാഗങ്ങളിലും വലയിറക്കി ഭക്ഷിച്ച് താൻ ഇന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ച് വെറും കൈയായി വന്നിരിക്കുകയാണ്. ഇല്ല, ഇന്നിനി വലയിറക്കിയിട്ട് ഒരു കാര്യവുമില്ല. അഹങ്കാരത്തോടും നീരസത്തോടും തന്നെ ഷിമിയോൻ തന്റെ മനസ്സ് തുറന്നു. എത്ര നാളായി താൻ വലയിറക്കുന്നു? താൻ നടത്തിയ വലിയ മീൻപിടുത്തങ്ങളൊക്കെ ഷിമിയോന്റെ മനസ്സിലൂടെ കടന്നുപോയി. ഇല്ല, ഇന്നിനി വലയിറക്കിയിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ യേശുവിന്റെ കണ്ണിലേക്ക് നോക്കിയ ഷിമിയോന്റെ മനസ്സിൽ ഒരു മിന്നൽ പിണർ. ഷിമിയോൻ ശാന്തമായി പറഞ്ഞു, മനസ്സോടെ കടമ തീർക്കാൻ എന്ന പോലെ യേശുവിനെ അനുസരിക്കാൻ മാത്രമായി അവൻ വലയിറക്കി. തളർന്ന മനസ്സോടെ വിറയാർന്ന പാദങ്ങളോടെ ക്ഷീണിച്ച കൈകളോടെ അവൻ തനിയെ വല വലിച്ചു കയറ്റാൻ തുടങ്ങി. എന്ത്? വല അനങ്ങുന്നില്ല. എന്തൊരു ഭാരം! വലയേതിലും കുറ്റിയിലോ കല്ലിലോ ഉടക്കിയോ? ഷിമിയോൻ സംശയമായി. അവൻ പതിയെ വെള്ളത്തിൽ മുങ്ങി നോക്കി. പെട്ടെന്ന് ആ തെറിക്കൊണ്ട് ഷിമിയോൻ പൊങ്ങി വന്നു.
പോയി. എങ്ങും വലിയ സന്തോഷം. അവർ ഒന്നു ചേർന്ന് വല വലിച്ചു കയറ്റി. വല കീറിപ്പോകുമാർ നിറയെ മത്സ്യങ്ങൾ നിറഞ്ഞ സന്തോഷത്തോടെ ആരവത്തോടെ അവർ ഒന്നു ചേർന്ന് വലകളെല്ലാം വലിച്ചു കയറ്റി. മഴ തല്ലി നിൽക്കുന്ന സമയം അതാ ഒരാൾ മാത്രം വേദന നിർദ്ധയുമായി വിങ്ങുന്ന മനസ്സുമായി ഇടർന്ന പാദങ്ങളുമായി വള്ളൽ കുഞ്ഞിരുന്നു. തന്റെ വള്ളത്തിൽ തന്നെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ദീർഘകായനായ മനുഷ്യകാൽക്കൽ അയാൾ ദാ വീഴുന്നു ഒരു അലർച്ചയോടെ. വലിയ മീൻപിടുത്തം കണ്ട് അത്ഭുതസ്തബ്ധരായി നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിൽ നിന്ന് ശിമയോൻ തേങ്ങി. ഒരിക്കലും കണ്ടിട്ടില്ല. എത്രയോ നാളായി മീൻ പിടിക്കുന്നവർ സെബെദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവിടെയതാ അത്ഭുതസ്തബ്ധരായി നിൽക്കുന്നു. എന്ത് സംഭവിച്ചു എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതെ വിസ്മയിച്ചു നിൽക്കുന്ന ജനങ്ങളെ സാക്ഷാത്കരിക്കൊണ്ട് യേശുനാഥൻ ശിമയോനോട് അരുൾ ചെയ്തു. എത്രയും വേഗം വലക്കാരി കടുപ്പിച്ചു. വളരെ സ്നേഹത്തോടെ തന്നെ മാടി വിളിക്കുന്ന ആ ദൈവനാഥന്റെ പ്രഭാപൂർണമായ മുഖത്തേക്ക് അവർ സൂക്ഷിച്ചു നോക്കി. ദൈവീകമായ പ്രഭ വഴിഞ്ഞൊഴുകുന്ന അവിടുത്തെ കണ്ണുകൾ ശിമയോന്റെയും കുട്ടിയുടെയും ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. സ്വന്തമായ വള്ളവും സ്വന്തമായ വലയും സ്വന്തമാക്കിയ മീനുകളും സർവവും വിട്ടുപേക്ഷിച്ചവർ യേശുവിൻ പിന്നാലെ യാത്രയായി ദിവ്യഹിതമേറ്റെടുക്കുവാൻ. മീൻപിടുത്തത്തിൽ ഇത്രയും വിദഗ്ധനായ താൻ യേശുവിന് മുമ്പിൽ എത്രയോ ചെറിയവനാണ്, നിസ്സാരനാണ്, നിസ്സഹായനാണെന്ന് മനസ്സിലാക്കിയ ശിമയോൻ തന്റെ ജീവന് സർവസ്വമായി അവിടുത്തെ തിരഞ്ഞെടുത്തു. ദൈവരാജ്യത്തിലേക്ക് ആത്മാക്കളെ തേടുന്ന വലിയ മുക്കുവനായി നിങ്ങളും പോരുന്നോ യേശുവിനെ അനുസരിക്കുവാൻ? നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.
ആടിപ്പാട്ടായാലോ? വഴിയും സത്യവും ജീവനുമായ ഈശ്വരനെ വാഴ്ത്തി ആടിപ്പാടാനെത്തുന്നത് LKGയിലെ കുഞ്ഞു നക്ഷത്രങ്ങൾ. വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും ബൈ.